സഞ്ജു അവളെ കളിയാക്കിയപ്പോൾ അവൾ അവനെ കൂർപ്പിച്ചു നോക്കി. എന്താ കുഞ്ഞ ഇപ്പൊ കണ്ടത്? ഹിരൺമയി സ്വകാര്യതയോടെ അവനോട് ചോദിച്ചപ്പോൾ വിക്രം അവനെ രൂക്ഷമായി നോക്കി. ഒരു കീരിയെ കണ്ടപ്പോൾ പേടിച്ച് ചാടി എൻ്റെ അടുത്ത് വന്നു നിന്നു. അപ്പോഴത്തെ അവസ്ഥയെ പിടിച്ചു പോയതാ, അല്ലാതെ നീ ഉദ്ദേശിക്കുന്ന പോലെയല്ല. നടക്കങ്ങോട്ട്. വിക്രം അതും പറഞ്ഞ് മുന്നോട്ട് നടന്നു. വൈദു പിന്നെ വിക്രത്തെ നോക്കുകയോ അടുത്തു പോകുകയോ ചെയ്തില്ല. സീതത്തോടും കല്ലരുവിയും കണ്ടിട്ടാണ് അവർ തിരിച്ചു വന്നത്. തിരിച്ചു വന്നപ്പോൾ ലീല ചേച്ചി അവർക്കായി ചപ്പാത്തിയും ചിക്കൻ കറിയും ഉണ്ടാക്കി വെച്ചിരുന്നു. കുഞ്ഞു ഫോൺ എടുത്തില്ലല്ലേ? കുറേ നേരമായി ബെല്ലടിക്കുന്നുണ്ടായിരുന്നു, ലീല ചേച്ചി വൈദുവിനോടായി പറഞ്ഞു. അപ്പോഴാണ് ഫോൺ എടുത്തില്ല എന്ന് വൈദുവിന് ഓർമ്മ വന്നത്. അവൾ ധൃതിയിൽ അകത്തേക്ക് പോയി ഫോൺ എടുത്തു. ചന്തുവും രാധികയും വിളിച്ചിട്ടുണ്ട്. അവൾ വേഗം തന്നെ പുറത്തിറങ്ങി ആദ്യം രാധികയെ വിളിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോൾ ചന്തുവിനെ വിളിച്ചു. പുറത്തിറങ്ങിയ വിക്രം കാണുന്നത് ഫോൺ വിളിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന വൈദുവിനെയാണ്. അവൻ മുറ്റത്തുള്ള സിമന്റ് ബെഞ്ചിൽ പോയിരുന്നു. തിരിഞ്ഞു നിന്നതിനാൽ വൈദു അവൻ വന്നത് കണ്ടിരുന്നില്ല. വിക്രം, ആ പേര് കേൾക്കുന്നതിന് എനിക്ക് പറപ്പാണ് കേട്ടാ. അവൾ പറയുന്നത് കേട്ടപ്പോൾ വിക്രത്തിന്റെ കണ്ണുകൾ കൂർത്തു. എന്തെങ്കിലും ഒരു മേന്മയുണ്ടോ അയാൾക്ക്? കുറെ സ്വത്തും പണവും ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ. മനുഷ്യനെ മനസ്സിലാക്കണം ആദ്യം. മറ്റുള്ളവരുടെ ജീവിതം എങ്ങനെ നശിപ്പിക്കാമെന്ന് ആലോചിച്ച് നടക്കുമല്ലേ? വെറുപ്പോടെ വൈദു പറഞ്ഞു. വിക്രത്തിന്റെ മുഖം വലിഞ്ഞു മുറുകി. ശരിയേട്ടാ, ഞാൻ പിന്നെ വിളിക്കാം. മനസ്സിൽ വിക്രത്തിന്റെ ഓർമ്മകൾ തികട്ടി വന്നപ്പോൾ അസ്വസ്ഥതയോടെ ഫോൺ കട്ട് ചെയ്ത് തിരിഞ്ഞു നോക്കിയപ്പോൾ മുന്നിൽ തന്നെ ദഹിപ്പിക്കാൻ പാകത്തിന് നോക്കി നിൽക്കുന്ന വിക്രത്തെ കണ്ട് വൈദു സംശയത്തോടെ നോക്കി. നീ എന്താടി സ്വയം കരുതി വെച്ചിരിക്കുന്നത്? നക്കാപ്പിച്ച ശമ്പളത്തിന് ജോലി ചെയ്യുന്ന വെറും ഒരു പിച്ചക്കാരി. വിക്രം എന്ന പേര് കേൾക്കുമ്പോൾ നിനക്ക് വെറുപ്പാണല്ലേ? അറപ്പാണല്ലേ? എങ്ങനെയാ ഞാൻ നിന്റെ ജീവിതം നശിപ്പിക്കുകയെന്ന് ശരിക്കും ഞാൻ കാണിച്ചു തരാം. വിക്രം അവളുടെ കയ്യിൽ പിടിച്ച് അവനോട് ചേർത്ത് നിർത്തി. കൈവിട്, വേദനിക്കുന്നു. നിങ്ങൾ വിചാരിച്ചതുപോലെ അല്ല, വൈദു കുതറിക്കൊണ്ട് പറഞ്ഞപ്പോൾ വിക്രം കൂടുതൽ അവളെ പിടിമുറുക്കി. ഞാൻ വ്യക്തമായി കേട്ടതാ നീ എന്നെക്കുറിച്ച് പറഞ്ഞതൊക്കെ. വിക്രത്തിന്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നിരുന്നു. വൈദു ദേഷ്യത്തോടെ അവനിൽ നിന്നും കൈ വലിച്ചെടുത്ത് അവനെ തള്ളി മാറ്റി. ഇരുവരുടെയും വഴക്ക് കേട്ട് കൊണ്ട് അകത്തു നിന്നും സഞ്ജുവും അനുവും ഹിരൺമയും ഇറങ്ങി വന്നു. പോരുകോഴികളെ പോലെ നിൽക്കുന്നവരെ കണ്ട് മൂന്നുപേരും പരസ്പരം നോക്കി. പറയുന്നത് ആദ്യം മര്യാദയ്ക്ക് കേൾക്കണം, എന്നിട്ട് വേണം സംസാരിക്കാൻ, വൈദു വിരൽ ചൂണ്ടി അവനോട് പറഞ്ഞു. വിക്രം ആ വരൽ പിടിച്ചു മടക്കിക്കൊണ്ട് അവളെ നോക്കി. കുഞ്ഞ, എന്തേ കാണിക്കുന്നത്? അവളെ വിട്. ഹിരൺമയി ഓടി വന്ന് വിക്രത്തെ പിടിച്ചു മാറ്റി. വൈദു, എന്താടി പ്രശ്നം? ഇന്നലത്തേതിന്റെ ബാക്കിയാണോ? സഞ്ജു അവളെ നോക്കിക്കൊണ്ട് ചോദിച്ചു. ഇവൾ ആരോടോ പറയാ വിക്രം എന്ന് പേര് കേൾക്കുമ്പോൾ ഒക്കെ അറപ്പും വെറുപ്പുമാണെന്ന്. പണവും സമ്പത്തും ഉണ്ടായിട്ട് കാര്യമില്ല, ഞാൻ മറ്റുള്ളവരുടെ ജീവിതം നശിപ്പിക്കുന്നതിനാണെന്ന്. ഞാൻ എപ്പോഴും അവളുടെ ജീവൻ നശിപ്പിച്ചത്? അവൻ പറയുന്നത് കേട്ട് സഞ്ജു മനുവും തലയിൽ കൈവച്ചുകൊണ്ട് നിന്നുപോയി. ഹിരൺമയി വൈദുവിനെ നോക്കി. അവൾ കൈകൾ കെട്ടിനിന്ന് വിക്രത്തെ തന്നെ നോക്കുകയാണ്. സാർ, ഇതവൾ സാറിനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല, സഞ്ജു വിക്രത്തോട് പറഞ്ഞു. നീ ആരാടാ? ഇവളുടെ വോക്കൽ കോഡോ? അവളുടെ വക്കാലത്തും കൊണ്ട് എൻ്റെ അടുത്ത് വരരുത്. ഇവളെ നീ, ഈ അഹങ്കാരി നീ എൻ്റെ ഹോസ്പിറ്റലിൽ വേണ്ട. കുഞ്ഞ, നീ ഒന്ന് സമാധാനപ്പെട്. ഹിരൺമയി അവനെ തണുപ്പിക്കാൻ ശ്രമിച്ചു. വൈദു, നീ അകത്തേക്ക് വെക്കോ. അനു, നീ ഇവളെ അകത്തേക്ക് കൊണ്ടുപോ, സഞ്ജു അനുവിനോടായി പറഞ്ഞു. അനു അവളെയും കൂട്ടി അകത്തേക്ക് പോയി. വിക്രം ഹിരൺമയിൽ നിന്നും പിടിവിട്ട് ദേഷ്യത്തോടെ സിമന്റ് ബെഞ്ചിലിരുന്നു. സർ, ഞാൻ പറഞ്ഞത് സത്യമാണ്. അവൾ പറഞ്ഞത് സാറിൻ്റെ കാര്യമല്ല. സഞ്ജു അവൻ്റെ മുന്നിൽ വന്ന് പറഞ്ഞപ്പോൾ വിക്രം വരിഞ്ഞു മുറുകിയ മുഖത്തോടെ അവനെ നോക്കി. വിക്രം അവളുടെ കഴുത്തിൽ താലി കെട്ടിയ ആളാണ്. സഞ്ജു നെടുവീർപ്പോടെ പറഞ്ഞപ്പോൾ വിക്രം ഞെട്ടിയിരുന്നിടത്തു നിന്നും എഴുന്നേറ്റു. ഹിരൺമയി പകപ്പോടെ അവനെ നോക്കി. ഉർവശിയുടെ വിവാഹം കഴിഞ്ഞോ? ഹിരൺമയി അമ്പരപ്പോടെ ചോദിച്ചുപോയി. കഴിഞ്ഞു, 3 വർഷമായി. അവളുടെ കഴുത്തിൽ താലി കെട്ടിയ വിക്രത്തെ നിങ്ങൾക്ക് രണ്ടുപേർക്കും നന്നായിട്ടറിയും. വിക്രവും ഹിരൺമയും അവനെ നോക്കി. സാറ് മുൻപ് പറഞ്ഞില്ലേ കോളേജിലെ സാറിൻ്റെ ശത്രുവിനെക്കുറിച്ച്? വിക്രം റാം ഗോപാൽ. ഇപ്പോഴത്തെ തിരക്കേറിയ യുവനടൻ. അയാൾ തന്നെയാണ് വൈദുവിൻ്റെ ഭർത്താവ്. വിക്രം തറഞ്ഞു നിന്നു. ഹിരൺമയി അമ്പരപ്പോടെ അവനെ നോക്കി. അപ്പോൾ വിവാദങ്ങൾ ഉണ്ടായിരുന്നത് സത്യമായിരുന്നോ? ഉർവശിയാണോ അവൻ്റെ ഭാര്യ? ഹിരൺമയി ചോദിച്ചു. കാണുന്നത് പോലെയല്ല സാർ, അവൾ ഒരുപാട് അനുഭവിച്ചതാ. കുറച്ച് ദിവസങ്ങളെ ആയിട്ടുള്ളൂ അവൾ തിരികെ ഞങ്ങളുടെ പഴയ വൈദുവായിട്ട്. സഞ്ജു പറഞ്ഞു തുടങ്ങി. വിക്രത്തിൻ്റെയും വൈദുവിൻ്റെയും ജീവിതത്തെക്കുറിച്ച്. ഒരിക്കൽ ഹോസ്പിറ്റലിൽ ചെക്കപ്പിന് വന്നതായിരുന്നു വിക്രം. അന്ന് അയാളെ അറ്റൻഡ് ചെയ്തത് വൈദുവും. സഞ്ജു ആ ഓർമ്മയിൽ പറഞ്ഞു തുടങ്ങി. അപ്പോൾ അവരുടേത് പ്രണയവിവാഹമായിരുന്നോ?
ഹിരൺമയി ചോദിച്ചു. സഞ്ജു ഒന്ന് പുഞ്ചിരിക്കുക മാത്രം ചെയ്തു. വിക്രം സിമെന്റ് ബെഞ്ചിൽ ഇരുന്നു കൊണ്ട് അവനെ ഉറ്റുനോക്കി. അന്ന് വിക്കി ഇത്രത്തോളം വളർന്നിരുന്നില്ല. മലയാളത്തിൽ കുറച്ച് സിനിമകളിൽ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയതേ ഉണ്ടായിരുന്നുള്ളൂ. വൈദുവിന് അയാളെ കണ്ടപ്പോൾ മനസ്സിലായില്ല. സാധാരണ ഒരു രോഗിയെ അറ്റൻഡ് ചെയ്യുന്ന പോലെ അവൾ അയാളെ അറ്റൻഡ് ചെയ്തു. പക്ഷേ കടുത്ത മുഖത്തോടെ വിക്കി അവളെ നോക്കി. മറ്റുള്ളവരൊക്കെ സെൽഫി എടുക്കാനും ഒക്കെ തിരക്ക് കിട്ടിയപ്പോൾ അവൾ ചെയ്യുന്ന ജോലിയിലായിരുന്നു ശ്രദ്ധിച്ചത്. ഇതൊക്കെ കേട്ടപ്പോൾ വിക്രത്തിനറിയാതെ ചിരി വന്നു. അവൻ്റെ കൊമ്പ് ആദ്യമായി ഒടിഞ്ഞു കണ്ടല്ലോ എന്നാണ് വിക്രം ആലോചിച്ചത്. വൈദു അങ്ങനെ സിനിമയൊന്നും കാണുന്ന ടൈപ്പല്ല. അതുകൊണ്ട് തന്നെ വിക്കി അവൾക്ക് അറിയില്ലായിരുന്നു എന്നതായിരുന്നു സത്യം. പക്ഷേ അവളുടെ ജീവിതത്തിൽ ഒരു കൊടുങ്കാറ്റ് പോലെ അയാൾ കടന്നു വരുമെന്ന് വൈദു കരുതിയില്ല. വൈദുവിൻ്റെ അമ്മായിയുടെ മോനായിരുന്നു ചന്ദ്രജിത്ത് എന്ന ചന്തുവേട്ടൻ. ആൾക്ക് അവളെ വലിയ ഇഷ്ടമായിരുന്നു. ചന്തുവേട്ടൻ അവളെ വിവാഹം കഴിച്ചു കൊടുക്കാമെന്ന് അവളുടെ അച്ഛൻ ഏട്ടനും ഉണ്ണിയമ്മയ്ക്കും വാക്കു കൊടുത്തിരുന്നു. പക്ഷേ ഇക്കാര്യമൊന്നും വൈദുവിനറിയില്ലായിരുന്നു. പക്ഷേ അസുഖം മൂർച്ഛിച്ചതോടെ അവളുടെ അച്ഛൻ പലതും ഓർമ്മയില്ലാതെയായിരുന്നു. അപ്പോഴാണ് ഒരിക്കൽ അങ്കിളിൻ്റെ കളിക്കൂട്ടുകാരനായ റാം ഗോപാലും ഭാര്യ രാധികയും കാണാൻ വന്നപ്പോൾ അവരുടെ താല്പര്യം കണക്കിലെടുത്ത് വൈദുവിനെ അവരുടെ മകൻ വിക്കിക്ക് വിവാഹം കഴിപ്പിച്ചു കൊടുക്കാമെന്ന് സമ്മതിച്ചു. അച്ഛൻ്റെ അവസ്ഥ ഓരോ ദിവസം ചെല്ലുന്തോറും മൂർച്ഛിച്ചു വന്നിരുന്നു. അവരുടെയൊക്കെ ആഗ്രഹപ്രകാരം വൈദു വിവാഹത്തിന് സമ്മതിച്ചു. അന്ന് അമ്പലനടയിൽ വെച്ചാണ് വിക്കിയാണ് അവരുടെ മകനെന്ന് വൈദു അറിയുന്നത്. 4-5 പേര് മാത്രം പങ്കെടുത്ത ഒരു ചടങ്ങ് മാത്രമായിരുന്നു ആ വിവാഹം. പെട്ടെന്നൊരു ദിവസം വൈദു ഹോസ്പിറ്റലിൽ വരാതായി. ഫോൺ വിളിച്ചു നോക്കിയെങ്കിലും അവൾ എടുത്തിരുന്നില്ല. അച്ഛൻ അസുഖം കൂടിയെന്ന് ചന്ദ്രൻ സാറ് അറിഞ്ഞു. അന്ന് അമ്മയോടൊപ്പം അമ്പലത്തിൽ പോയപ്പോഴാണ് വൈദുവിൻ്റെ കഴുത്തിൽ വലിഞ്ഞു മുറുകിയ മുഖത്തോടെ താലി കെട്ടുന്ന വിക്കിയെ ഞാൻ കണ്ടത്. പകപ്പായിരുന്നു ആദ്യം. പിന്നീട് അത് വൈദുവിനോടുള്ള ദേഷ്യമായി മാറി. അത്രയും നാൾ ഒരുമിച്ച് നടത്തിട്ട് വിവാഹകാര്യം പോലും പറയാതിരിക്കാൻ അന്യരാണോ താനും അനുവും അവൾക്കെന്ന് ആലോചിച്ചു. സഞ്ജുവിൻ്റെ വാക്ക് ഇടറിപ്പോയി. ഹിരൺമയി അവൻ്റെ ചുമലിൽ കൈവച്ചുകൊണ്ട് അവനെ നോക്കി. എന്നിട്ടെന്തായി? 3 വർഷത്തോളം വൈദുവിനെക്കുറിച്ച് ഒരു വിവരവും ഇല്ലായിരുന്നു. അവൾക്ക് പകരം വേറെ ആൾ വന്നു ഹോസ്പിറ്റലിൽ. അങ്ങനെ 3 വർഷത്തിന് ശേഷം വൈദു വീണ്ടും ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്തു. ആദ്യം ഒരു അകൽച്ച കാണിച്ചെങ്കിലും അവളുടെ രൂപവും വിഷാദം തുളുപ്പിയ കണ്ണുകളും കണ്ടപ്പോൾ അടുത്തേക്ക് പോയി ചോദിച്ചു. പിന്നീടാണ് അറിഞ്ഞത് വിക്കിയുടെ ജീവിതത്തിൽ നിന്നും എന്നേക്കുമായി പടിയിറങ്ങിയാണ് അവൾ വന്നതെന്ന്. അവർക്കിടയിൽ എന്തായിരുന്നു പ്രശ്നം? അയാളൊരു അഹങ്കാരിയായിരുന്നു. കെട്ടിയ പെണ്ണിൻ്റെ വിലയറിയാത്തവൻ, അവളോട് യാതൊരു അനുകമ്പയോ സ്നേഹമോ ഇല്ലാത്തവൻ. കഴുത്തിലൊരു താലി കെട്ടിയെന്ന ബന്ധമേ അവർ തമ്മിലുള്ളൂ. കെട്ടിയ അന്ന് ഷൂട്ടിങ്ങിനെന്ന് പറഞ്ഞിറങ്ങിപ്പോയവൻ തിരികെ വന്നത് 6 മാസം കഴിഞ്ഞ്. പക്ഷേ അവളെ സ്വന്തം മകളെ പോലെ സ്നേഹിച്ചും സംരക്ഷിച്ചതും അയാളുടെ അച്ഛനും അമ്മയും ആയിരുന്നു. വിവാഹം കഴിഞ്ഞ് ഒരാഴ്ചയായപ്പോൾ വൈദുവിൻ്റെ അച്ഛൻ മരിച്ചു. വിവരം അറിയിച്ചിട്ട് പോലും വിക്കി വന്നില്ല. ആ അവസ്ഥയിൽ തളർന്നു പോയവൾക്ക് ഒരു താങ്ങാവാൻ പോലും അയാൾ ഉണ്ടായിരുന്നില്ല. കഴിവതും അയാൾ വീട്ടിലേക്ക് വരാതെയായി. എങ്കിലും അവൾ പ്രതീക്ഷയോടെ കാത്തിരിക്കും. വന്നാലോ അങ്ങനെ ഒരാൾ ആ വീട്ടിലുള്ളതായി പോലും ഭാവിക്കില്ല. ഒരുതരം മരവിച്ച അവസ്ഥയിലായിരുന്നു അവൾ. അപ്പോഴാണ് ഒരിക്കൽ ശ്രേയ അവളെ കാണണമെന്ന് പറഞ്ഞ് വിളിക്കുന്നത്. കാമുകനെ വിട്ടുതരണമെന്നും അയാളുടെ ഭാര്യയോട് കൽപ്പിക്കാൻ. പ്രതിഫലമായി 2 കോടി രൂപയുടെ ചെക്കും അവളുടെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞു. ഇതൊന്നുമല്ല അവളെ തളർത്തിക്കളഞ്ഞത്. അവർക്കുള്ളിലെ സ്വകാര്യത പോലും വിക്കി അവളോട് പറഞ്ഞു എന്നതായിരുന്നു. ഭർത്താവിൻ്റെ കിടപ്പറയിൽ അയാളുടെ ബെഡിൽ സ്ഥാനമില്ലാത്തവർക്ക് പിന്നെ എങ്ങനെ അവൻ്റെ മനസ്സിൽ സ്ഥാനമുണ്ടാകുമെന്ന് വൈദുവിൻ്റെ മുഖത്തേക്ക് നോക്കി അവൾ പുച്ഛത്തോടെ ചോദിച്ചു. അന്ന് പടിയിറങ്ങിയതാണ് വൈദു അയാളുടെ ജീവിതത്തിൽ നിന്ന്. ഹിരൺമയിക്ക് കണ്ണുകൾ നിറഞ്ഞു വന്നിരുന്നു. വിക്രം മുട്ടിൽ കൈയൂന്നി മുഖം കൈക്കുമ്പിളിൽ അമർത്തിവെച്ച് സഞ്ജുവിനെ നോക്കുകയായിരുന്നു. 2 ദിവസം ആരുമില്ലാതെ അവൾ ആ വീട്ടിൽ തനിച്ചു കഴിഞ്ഞു. രാധിക ആൻറ്റി അവൾക്ക് വേണ്ടി എല്ലാ സുരക്ഷയും ഒരുക്കി. അവൾക്ക് വേണ്ടുന്ന എല്ലാം ചെയ്തു. വീണ്ടും ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്യാനുള്ള സാഹചര്യവും ഒരുക്കി. ഈ വിവാഹത്തിലൂടെ വൈദു നേടിയ 2 നല്ല കാര്യങ്ങൾ ആ അച്ഛനും അമ്മയുമായിരുന്നു. സ്വന്തം മകനെപ്പോലും തള്ളിക്കളഞ്ഞ് അവർ അവൾക്കൊപ്പം നിന്നു. ആത്മാഭിമാനമുള്ള പെണ്ണാണ് വൈദു. സഞ്ജു അഭിമാനത്തോടെ പറഞ്ഞു. അപ്പോൾ അവരുടെ ഡിവോഴ്സ് കഴിഞ്ഞോ? ഹിരൺമയി ചോദിച്ചു. സഞ്ജു പുച്ഛത്തോടെ ഒന്ന് ചിരിച്ചു. രജിസ്റ്റർ ചെയ്യാത്ത വിവാഹത്തിന് എന്തിനാ സർ ഡിവോഴ്സ്? ഹിരൺമയും വിക്രവും പകപ്പോടെ അവനെ നോക്കി. ഉർവശി എന്തുകൊണ്ട് അവനെതിരെ കേസ് കൊടുത്തില്ല? അവൻ്റെ അഹങ്കാരത്തിന് ഒരു തിരിച്ചടി കിട്ടുമായിരുന്നില്ലേ? ഒരു മകളെ പോലെ അവളെ സ്നേഹിച്ചു കൊണ്ടിരുന്ന ആ അച്ഛനെയും അമ്മയും ഓർത്ത് അവളൊന്നും ചെയ്തില്ല. ഇപ്പോഴും അവളുടെ കാര്യം അമ്മയുടെ സ്ഥാനത്ത് നിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് രാധിക ആൻറ്റിയാണ്. ഹിരൺമയി ഒരു നെടുവീർപ്പോടെ അവനെ നോക്കി. സഞ്ജു വിക്രത്തെ നോക്കി അവൻ്റെ അടുത്തേക്ക് വന്നു. സർ അവളോട് ക്ഷമിക്കണം.
അയാളുടെ കാര്യമാണ് അവൾ പറഞ്ഞത്. ഒരുപക്ഷെ സാറിനെ കണ്ടപ്പോൾ മുതലാണ് അവൾ ആ പഴയ വൈദു ആയത്. റബ്ബർ പോലെ തെറിച്ച് നടക്കുന്ന ഞങ്ങളുടെ വൈദു. സോറി സഞ്ജു, ഞാൻ കരുതി അവൾ എൻ്റെ കാര്യമാണ് പറഞ്ഞതെന്ന്. പിന്നെ തൻ്റെ കൂട്ടുകാരിക്ക് കുറച്ച് അഹങ്കാരമുണ്ട്, അത് ഞാൻ തന്നെ നുള്ളിക്കളഞ്ഞോളാം. വിക്രം അതും പറഞ്ഞ് എഴുന്നേറ്റ് പോയപ്പോൾ സഞ്ജു ദയനീയമായി ഹിരൺമയെ നോക്കി. പേടിക്കേണ്ട സഞ്ജു, കുഞ്ഞും പാവമാണ്. അവനെയും സാഹചര്യങ്ങൾ മാറ്റിയതാണ്. 1 വർഷം മുൻപ് എൻ്റെ വിവാഹം തീരുമാനിച്ചതായിരുന്നു. ചന്ദന, അതായിരുന്നു അവളുടെ പേര്. അവൾക്കൊപ്പം എപ്പോഴും അവളുടെ ഒരു കസിൻ ഉണ്ടായിരുന്നു. അവനെ എപ്പോഴും സഹോദരൻ എന്ന് പറഞ്ഞ് അവൾ കൂടെ കൊണ്ട് നടക്കുമായിരുന്നു. വിവാഹത്തിൻ്റെ അന്ന് അവൾ അവനോടൊപ്പം പോയി. ക്ഷണിക്കപ്പെട്ടവരുടെ മുന്നിൽ ഞാനും എൻ്റെ കുടുംബവും കോമാളികളെ പോലെ നിന്നു. അതിനുശേഷമാണ് കുഞ്ഞിന് ഈ മാറ്റം. സ്ത്രീകളോട് അവനുണ്ടായിരുന്ന വിശ്വാസം പോയി. അപ്പോൾ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു ദുരന്തകഥയുണ്ട് അല്ലേ സർ? സഞ്ജു ചോദിച്ചപ്പോൾ ഹിരൺമയി ഒന്ന് പുഞ്ചിരിക്കുക മാത്രം ചെയ്തു. ബെഡിൽ മലർന്നു കിടക്കുമ്പോൾ വിക്രത്തിൻ്റെ മനസ്സിൽ മുഴുവൻ സഞ്ജു പറഞ്ഞ കാര്യങ്ങളായിരുന്നു. താൻ വഴക്ക് പറഞ്ഞപ്പോൾ കണ്ണു നിറച്ചു നിന്നവളുടെ മുഖം അവൻ്റെ മനസ്സിലേക്ക് വന്നു. അതേസമയം തന്നെയായിരുന്നു ഇന്നലെ തന്നോട് തെറിച്ചുകൊണ്ട് സംസാരിച്ചവളെ അവൻ ഓർത്തത്. നിനക്ക് കുറച്ച് എരിവും പുളിയും കൂടുതലാണ്. ഹോസ്പിറ്റലിൽ ചാർജ് എടുത്തോട്ടെ ഞാൻ. നിന്നെക്കൊണ്ട് ഞാൻ എണ്ണ വരപ്പിക്കും, വിക്രം മനസ്സിൽ പറഞ്ഞുകൊണ്ട് ഫോൺ അൺലോക്കാക്കി. അപ്പോൾ ആദ്യം വന്നത് വിക്കിയുടെ പുതിയ പോസ്റ്റായിരുന്നു. പുതിയ ചിത്രത്തിൻ്റെ പൂജയുടെ ചിത്രമായിരുന്നു. മറന്നിട്ടില്ല ഞാനൊന്നും. നീ താലി കിട്ടിയ പെണ്ണ് ഇപ്പോൾ എൻ്റെ കൺമുന്നിലുണ്ട്, വിക്രം റാം ഗോപാൽ. അവളിലൂടെ ഞാൻ നിന്നോട് കണക്ക് തീർക്കും. പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് അതെന്തിനാണെന്ന് വിക്രം ഓർത്തു പോയത്. അവൻ അസ്വസ്ഥതയോടെ എഴുന്നേറ്റ് ജനലരികിൽ പോയി നിന്നു. ഇല്ല, അവളെ എന്തിന് ഞാൻ വേദനിപ്പിക്കണം? അവളെ ഉപേക്ഷിച്ചു പോയതല്ലേ അവൻ. അവൾക്ക് വേദനിച്ചാൽ, അവളുടെ കണ്ണ് നിറഞ്ഞാൽ അതൊരിക്കലും നിന്നെ ബാധിക്കില്ല. നീ ഒരിക്കൽ കൂടി തെറ്റ് ചെയ്തു വിക്രം. ആ തെറ്റ് ഇന്ന് എൻ്റെ കൺമുന്നിലുണ്ട്. അന്നും എൻ്റെ കൺമുന്നിലുണ്ടായിരുന്നു നിന്റെ ആദ്യത്തെ തെറ്റ്. വിക്രത്തിൻ്റെ മുഖം വലിഞ്ഞു മുറുകി. പിറ്റേന്ന് രാവിലെ ക്യാമ്പിന് പോകാൻ റെഡിയായി അനുവും സഞ്ജുവും കൂടി വന്നു. ഹിരൺമയും വിക്രവും വന്നപ്പോൾ വൈദു എത്തിയിട്ടില്ലായിരുന്നു. ഉർവശി എവിടെ? ഹിരൺമയി ചോദിച്ചപ്പോൾ വിക്രവും നോക്കി. ഇപ്പോൾ വരും, അനു പറഞ്ഞു കഴിഞ്ഞപ്പോൾ സാരി ഉടുത്ത് വരുന്ന വൈദുവിൽ തന്നെ വിക്രത്തിൻ്റെ കണ്ണുകൾ ഒരു വേള തറഞ്ഞു നിന്നു. പെട്ടെന്ന് നോട്ടം മാറ്റി കാറിൻ്റെ ഡ്രൈവിംഗ് സീറ്റിൽ കയറിയിരുന്നു. എല്ലാവരും വന്ന് കയറിയപ്പോൾ അവൻ വണ്ടി സ്റ്റാർട്ടാക്കി. വൈദുവിൻ്റെ വീങ്ങിയിരിക്കുന്ന മുഖം ത്തേക്ക് വിക്രം നോക്കി. കരഞ്ഞതിൻ്റെ എല്ലാ ലക്ഷണവുമുണ്ട്. സർ, വൈദു ഞങ്ങൾക്കൊപ്പം അല്ലേ? അനു ഹിരൺമയോട് ചോദിച്ചു. അല്ല, മറുപടി പറഞ്ഞത് വിക്രമായിരുന്നു. സഞ്ജുവും അനു ഹിരൺമയെ നോക്കി. അതെന്താ കുഞ്ഞ്, ഇനി നേഴ്സ് വരുന്നുണ്ട്. ആരോ വന്നോട്ടെ, നേഴ്സിന് ബ്ലഡ് എടുക്കാൻ അറിയാലോ, പിന്നെന്താ? ഇന്നലെ എങ്ങനെയാണോ അങ്ങനെ മതി, ക്യാമ്പ് തീരുന്നതുവരെ, വിക്രം കൽപ്പിച്ചപ്പോൾ ഹിരൺമയി അവരെ നോക്കി കൈമലർത്തി കാണിച്ചു. വൈദു അതൊന്നും ശ്രദ്ധിക്കാതെ പുറത്തേക്ക് നോക്കിയിരിക്കുകയായിരുന്നു. മോളെ, ആ കടുവയുടെ കയ്യിൽ നിന്നും നീ നിന്നെ തന്നെ രക്ഷിക്കണേ, സഞ്ജു ദയനീയമായി വൈദുവിനെ നോക്കി പറഞ്ഞു. ഞാൻ എൻ്റെ ജോലി ചെയ്താൽ പോരെ സഞ്ജു, അയാൾ എന്തേലും ചെയ്യട്ടെ. വൈദു അതും പറഞ്ഞ് അവൻ്റെ പിന്നാലെ ഡോക്ടേഴ്സ് റൂമിൽ കയറിപ്പോയി. നല്ല തണുപ്പുണ്ടായിരുന്നാൽ വൈദുവിന് ചെറുതായി വിറയ്ക്കാൻ തുടങ്ങിയിരുന്നു. അവൾ കോട്ടിട്ടെങ്കിലും തണുപ്പ് നിൽക്കുന്നില്ലായിരുന്നു. വിക്രം അവൾ ചുണ്ടുകൂട്ടി പിടിച്ചു നിൽക്കുന്നത് കണ്ടിരുന്നു. അവൻ കബോർഡ് തുറന്ന് ഒരു സ്വെറ്റർ എടുത്ത് അവളുടെ ചുമലിലൂടെ ഇട്ടുകൊടുത്തു. വൈദു അവനെ മിഴിച്ചു നോക്കി. അവൻ തൻ്റെ കസേരയിൽ പോയിരുന്ന് ഏതോ ഫയൽ നോക്കുകയായിരുന്നു. വൈദു സ്വെറ്റർ നേരെ ഇട്ടു. അപ്പോഴേക്കും തൊഴിലാളികൾ എത്തി തുടങ്ങിയിരുന്നു. വിക്രം ഇന്നലത്തെ പോലെ ചാടിക്കടിക്കാൻ വരുന്നില്ലെന്ന് വൈദു ആലോചിച്ചു. സഹതാപമായിരിക്കും തന്നോട്. സഞ്ജു എല്ലാം പറഞ്ഞിട്ടുണ്ടെന്ന് മനസ്സിലായി. ഹിരൺമയി സാറിൻ്റെ കണ്ണിലും താൻ വല്ലാത്തൊരു വാത്സല്യവും സ്നേഹവും കണ്ടതാണ്. വേണ്ട, തനിക്ക് ആരുടെയും സഹതാപവും സ്നേഹവും ഒന്നും വേണ്ട. സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ജീവൻ വരെ കൊടുക്കാൻ തയ്യാറായാലാണ് താൻ. എന്നിട്ട് എന്ത് നേടി? പ്രശസ്തനായ ഒരു നടൻ്റെ ഭാര്യയാണ്. പക്ഷെ അയാളോ തന്നെ ഏറ്റവും കൂടുതൽ വെറുക്കുന്നയാൾ. ഓർമ്മയിൽ വൈദുവിൻ്റെ കണ്ണുകളിൽ ഈറൻ പൊടിഞ്ഞപ്പോൾ മുന്നിലേക്ക് ഒരു ടിഷ്യൂ പേപ്പർ നീണ്ടു വന്നിരുന്നു. കണ്ണീര് വീഴ്ത്തി ഫയലൊന്നും വൃത്തികേടാക്കരുത്. വിക്രമാണ്. അവൾ അറിയാതെ ടിഷ്യൂ പേപ്പർ കയ്യിൽ വാങ്ങിപ്പോയി. രാവിലെ ഭക്ഷണം കഴിക്കാൻ പോയതാണ് വൈദു. എടി, ഇന്ന് ഗ്രീൻ സലാഡൊക്കെ ഉണ്ട്. മുന്നിൽ നിർത്തി വെച്ചിരിക്കുന്ന ഫുഡ് ഐറ്റംസ് നോക്കി സഞ്ജു അനുവിനെ കണ്ണിറുക്കി കാണിച്ചു. പണ്ടേ ഇങ്ങനെയാണല്ലോ, ക്യാമ്പെന്ന് പറഞ്ഞു ചാടിക്കേറി നീ പോവും. കാരണം എന്താ? ഫുഡ് തന്നെ. പച്ചക്കുതിരിയിലെ ദിലേബിനെ പോലെ ഫുഡ് ഫുഡ് എന്ന് വിളിയും തുടങ്ങും. സഞ്ജു അവളെ കോക്കറി കാണിക്കാൻ തുടങ്ങി.
കാണിച്ച് കഴിക്കാൻ തുടങ്ങി. ഹിരൺമയ്ക്ക് ചിരി വന്നു അവരുടെ സംസാരം കേട്ടിട്ട്. വൈദ്യു ചിരിച്ചുകൊണ്ടിരുന്ന് കഴിക്കുകയാണ്. വിക്രം ഫോണിലെന്തോ നോക്കിക്കൊണ്ടാണ് കഴിപ്പ്. സഞ്ജു, ആ കറിയിങ്ങെടുത്തേ. വൈദ്യു സഞ്ജുവിൻ്റെ മുന്നിലായിരിക്കുന്ന കറിപ്പാത്രം നോക്കിക്കൊണ്ട് പറഞ്ഞു. ഫോണിൽ നോക്കിക്കൊണ്ട് തന്നെ വിക്രം അത് അവൾക്കടുത്തേക്ക് നീക്കി വെച്ചു. എല്ലാവരും അവനെ മിഴിച്ചു നോക്കി. വീട്ടിലെല്ലാം സെർവൻസ് തന്നെ വിളമ്പിക്കൊടുത്ത് കഴിക്കുന്നവനാണ്. ഹിരൺമയി ഓർത്തുകൊണ്ട് അവനെ നോക്കി. അവൻ തന്നെ അവൾക്ക് കറി ഒഴിച്ചു കൊടുക്കുകയും ചെയ്തു. ഹിരൺമയുടെ കണ്ണുകൾ താഴെ വീഴുമെന്നുറപ്പായി. അപ്പോഴും വിക്രം ഫോണിൽ തന്നെ നോക്കിയിരിപ്പായിരുന്നു. ഫോണിലെന്തോ കാര്യമായ നോട്ടമാണ്, ചെയ്യുന്നൊന്നും അറിയുന്നില്ല. സഞ്ജു പറഞ്ഞപ്പോൾ വിക്രം തലയുയർത്തി അവനെ നോക്കി. കിളി പോയതുപോലെ ചെയ്യാൻ ഞാൻ സഞ്ജയല്ല. ചെയ്തത് എന്താണെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. വിക്രം ഗൗരവത്തോടെ പറഞ്ഞപ്പോൾ സഞ്ജു ഇളിച്ചു കാണിച്ച് കഴിക്കാൻ തുടങ്ങി. ഹിരൺമയുടെ കണ്ണുകൾ കുറുകി. വിക്രത്തിൻ്റെ പെരുമാറ്റത്തിൽ വന്ന മാറ്റം എന്തോ വൈദ്യുവിനെ അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടിരുന്നു. എന്തുകൊണ്ടോ അവന് ദേഷ്യത്തോടെയുള്ള പെരുമാറ്റമായിരുന്നു നല്ലത് എന്ന ചിന്ത അവളുടെ മനസ്സിലേക്ക് വന്നു. ആരുടെയും സഹതാപം വേണ്ടെന്ന ഉറച്ച ചിന്ത അവളുടെ മനസ്സിനെ കീഴടക്കിയിരുന്നു. കബോർഡിൽ ഓക്സിമീറ്റർ ഇരിപ്പുണ്ട്, അതിഞ്ഞെടുക്ക്. വിക്രം പറഞ്ഞപ്പോൾ വൈദ്യു എഴുന്നേറ്റ് കബോർഡിൽ നോക്കി. കാണുന്നില്ല സർ. അവൾ പറഞ്ഞപ്പോൾ വിക്രം എഴുന്നേറ്റ് അവളുടെ പിന്നിലായി നിന്ന് നോക്കാൻ തുടങ്ങി. മുകളിലെ ഡ്രോയിൽ നിന്ന് അവനതെടുത്തു. അവളുടെ പിന്നിലായാണ് അവൻ നിന്നത്, അതും അത്രയും ചേർന്ന്. അവൻ്റെ വലത് കൈ അവളുടെ ഒരു വശത്ത് കബോർഡിൽ അമർത്തി പിടിച്ചിരുന്നു. പൂർണ്ണമായും അവൻ്റെ കരവലയത്തിൽ എന്ന പോലെ അവളുടെ ഉള്ളിലൂടെ എന്തോ ഒരു വിറയൽ കടന്നുപോയി. അവളുടെ കഴുത്തിൽ അവൻ്റെ ശ്വാസം തട്ടുന്നുണ്ടായിരുന്നു. വിക്രം അതൊന്നും ശ്രദ്ധിക്കാതെ ഓക്സിമീറ്ററും എടുത്ത് ചേറിൽ പോയിരുന്നു. വൈദ്യു ആകെ വിയർത്തു പോയിരുന്നു. അവൾ സാരിത്തുമ്പ് കൊണ്ട് മുഖമൊപ്പി അവൻ്റെ അടുത്തേക്ക് വന്നു. ഇങ്ങനെ വിറയ്ക്കാൻ വേണ്ടി ഞാൻ എന്താ നിന്നെ കിസ് ചെയ്തോ? താടിയിൽ കൈയൂന്നി പറയുന്നവനെ നോക്കി വൈദ്യു കണ്ണു മിഴിച്ചു. അവൾ ഇല്ലെന്ന് തലയാട്ടി. വേണമെങ്കിൽ തരാം, എനിക്ക് പ്രശ്നമൊന്നുമില്ല. അവൾ അവനെ തുറച്ചു നോക്കി. അവളുടെ ചുവന്ന മുഖം കണ്ട് അവന് ചിരി വന്നു. പക്ഷേ അവനത് പുറത്ത് കാണിക്കാതെ ഓക്സിമീറ്റർ ചെക്ക് ചെയ്യാൻ തുടങ്ങി.